ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ മൂവിയാണ്. സെക്ടർ 36. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ പ്രേം എന്നൊരാളെ കാണിക്കുന്നു. വലിയ ബംഗ്ലാവിന്റെ നോട്ടക്കാരനും ജോലിക്കാരനുമായി സുഖിച്ച് ജീവിക്കുകയാണ് അയാൾ. പ്രേമിന്റെ ഫേവറേറ്റ് TV ഷോ ആണ് നിങ്ങൾക്കുമാകും കോടീശ്വരൻ. അത് കണ്ടുകൊണ്ടിരിക്കെ അതിലെ മത്സരാർത്ഥി ആൻസർ തെറ്റിച്ചാൽ പ്രേമിന് വല്ലാത്ത ദേഷ്യം വരുമായിരുന്നു. എനിക്ക് ഈ ഷോയിൽ പോവാൻ ചാൻസ് കിട്ടിയാൽ 50 ലക്ഷം നേടാമായിരുന്നു എന്ന ഭാവമാണ് പ്രേമിന്റേത്. അതിനിടയിൽ പ്രേമിന് ഭാര്യയുടെ കോള വരുന്നുണ്ട്. ഭാര്യയുമായി സംസാരിച്ച് നടന്ന് ഒടുവിൽ പ്രേം തന്റെ റൂമിലെത്തി. അവിടെ നിന്ന് കത്തിയും മറ്റു സാധനങ്ങളും എടുക്കാൻ തുടങ്ങി. ഇനി കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ടെന്ന് ഭാര്യയോട് പറഞ്ഞ് ആ കത്തിയുമായി പ്രേം നേരെ പോകുന്നത് ടോയ്ലറ്റിലേക്കാണ്. അതിനുള്ളിൽ സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ഭാവത്തോടെ പ്രേം അതിനെ നോക്കിക്കാണുന്നു. തുടർന്ന് വെട്ടി നുറുക്കാൻ തുടങ്ങുന്നു. മൃതശരീരത്തിലെ രക്തം ഇന്ത്യൻ ക്ലോസറ്റിൽ ഒഴുകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ പാണ്ഡെയാണ് കാണിക്കുന്നത്. പാണ്ഡെ തന്റെ കുടുംബത്തോടൊപ്പം വളരെ ഹാപ്പിയായി ജീവിച്ചു വരികയായിരുന്നു. പാണ്ഡെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന വ്യക്തിയായിരുന്നു. വരുന്ന പ്രശ്നങ്ങളെയെല്ലാം മറ്റു വഴികളിൽ തള്ളിവിട്ട് അയാൾ സ്വന്തം കാര്യം നോക്കി തടിതപ്പാറുണ്ട്. ഇന്ന് അയാൾ മകളെ സ്കൂളിലാക്കി പതിവ് പോലെ സ്റ്റേഷനിലെത്തി. മകളുടെ മിസ്സിംഗ് കേസിൽ പരാതിപ്പെടാൻ ഒരു അച്ഛൻ അവിടെ വന്നിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തുമ്പ എന്ന അദ്ദേഹത്തിന്റെ മകൾ കാണാതായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയാൽ TV വാങ്ങിച്ചു കൊടുക്കാമെന്ന് അയാൾ മകൾക്ക് വാക്ക് കൊടുത്തിരുന്നു. മകളെ കണ്ടെത്തണം, FIR എടുക്കൂ എന്ന് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ പാണ്ഡെ ഒരു സീരിയസ്നെസ്സും കാണിക്കാതെയാണ് പെരുമാറിയത്. മകൾ തിരിച്ചു വരുമെന്നും ഇതുപോലെ എത്ര കുട്ടികളെ കാണാതാകുന്നു എന്നും പാണ്ഡെ പറയുന്നു. ആ അച്ഛന് പണവും കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുന്നു. മണ്ഡൽ ബാബു എന്നാണ് ആ പെൺകുട്ടിയുടെ അച്ഛന്റെ പേര്. തന്റെ മകളെ കാണുന്നില്ല എന്നെഴുതിയ പോസ്റ്റർ ഇവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കട്ടെ എന്ന് പാണ്ഡെയോട് ചോദിക്കുന്നു. ഓക്കെ എന്ന് പാണ്ഡെ പറഞ്ഞതും മണ്ഡൽ ബാബു തന്റെ തുമ്പ എന്ന മകളുടെ പോസ്റ്റർ പതിപ്പിച്ചു. ആ ബോർഡ് നിറച്ചും അതുപോലെ കാണാതായ കുട്ടികളുടെ ഫോട്ടോസ് ആയിരുന്നു. കഥ അവിടെ നിന്നും അവിടുത്തെ ചേരിയിലേക്ക് തിരിയുന്നു. അവിടുത്തെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. കളിക്കിടെ ബോള് അവിടെയുള്ള ഒരു ഡിച്ചിൽ വീഴുന്നു. അലി എന്ന പയ്യനായിരുന്നു ബോൾ എടുക്കാൻ പോയത്. അലി എടുക്കാൻ പോയതും അതിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കുട്ടിയുടെ എന്ന് തോന്നുന്ന ഒരു കൈ അലി കണ്ടെടുക്കുകയാണ്. വൈകാതെ സ്റ്റേഷനിലേക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അഴുകിയ ഒരു ഡിച്ചിൽ ആ കൈ ഉണ്ടായിരുന്നത്. കോൺസ്റ്റബിൾസ് ആണെങ്കിൽ അവിടെ നിന്ന് ആ കൈ കുരങ്ങിന്റേതാണെന്നെല്ലാം പറഞ്ഞ് ചർച്ച ചെയ്യുകയാണ്. പാണ്ഡെയും അവിടെ ഉണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടിനൊന്നും പോകാൻ താല്പര്യമില്ലാത്ത പാണ്ഡെ അത് ദൂരെ ഇവിടെ നിന്ന് ഒഴുകി വന്ന ഒരു കുരങ്ങിന്റെ കൈയാണെന്ന് ഉറപ്പിക്കുന്നു. എന്നാൽ ആ പയ്യന്റെ മികവിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നെന്ന് പറഞ്ഞ് പാണ്ഡെ ആ പയ്യന് പൈസകൾ കൊടുക്കുന്നു. അപ്പം ജനങ്ങൾക്ക് ഇയാളെ പറ്റി അറിയില്ലല്ലോ. അവർ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ അനുസരിച്ചു. അതേസമയം ആ അഴുക്കുചാലിന്റെ തൊട്ടാണ് പ്രേം താമസിക്കുന്ന ആ വലിയ ബംഗ്ലാവ്. അലി എന്ന പയ്യനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് പ്രേം അവിടുന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾസിനോട് ചോദിക്കുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ വീട് ആരുടേതെന്ന്. അത് ബിസിനസ്സുകാരനായ ബൽബീർ സിംഗിന്റെ ആയിരുന്നു. ആ ദിവസം രാത്രി അലി എന്ന ആ പയ്യൻ മുട്ട വാങ്ങാൻ കടയിൽ പോകാൻ നേരം ആ പ്രേം മിഠായും കാണിച്ച് വശത്താക്കി അവനെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ ബൽബീർ സിംഗിന്റെ ബംഗ്ലാവിലേക്ക് തന്നെയാണ് പ്രേം അലി എന്ന ആ കൊച്ചു പയ്യനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അലി എന്ന പയ്യനെ കെട്ടിയിട്ട് പ്രേം ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രേമിന്റെ ഓർമ്മകൾ പഴയകാലത്തേക്ക് പോയി. പ്രേമിനെ നോക്കിയിരുന്നത് അവന്റെ അങ്കിളായിരുന്നു. ഇറച്ചിക്കട നടത്തുന്ന അവന്റെ അങ്കിൾ പ്രേമിനെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു. ഒരു ദിവസം സഹിക്കവയ്യാതെ പ്രേം അവന്റെ അങ്കിളിനെ ഇറച്ചി വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി. പ്രേമിന്റെ ജീവിതത്തിലെ ആദ്യ ക്രൈം. അങ്ങനെ അന്ന് രാത്രിയും പതിവ് പോലെ പ്രേം തന്റെ ഭാര്യയെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചു. തന്റെ മുതലാളി അടുത്ത ദിവസം വരുന്നുണ്ടെന്നും വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണമെന്നും ഭാര്യയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ചോട്ടാലാൽ എന്ന പ്രേമിന്റെ സുഹൃത്തിന്റെ കോള് വരുന്നത്. കോള് കട്ട് ചെയ്ത് ഒരു പാക്കേജ് എടുത്ത് പ്രേം ചോട്ടുലാലിന്റെ അടുത്തേക്ക് വരുന്നു. പാക്കേജിനുള്ളിൽ ഐസ് ഇട്ട് വെച്ച എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. പൈസ ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞ് ചോട്ടുലാൽ പോകുന്നു. പ്രേം ചുറ്റിലും നോക്കി ചിരിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നു. അവിടെയുള്ള രക്തക്കറ കഴുകി ക്ലീൻ ചെയ്യുന്നു. ഈ സീനിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് അലി എന്ന ആ കൊച്ചു പയ്യനെയും പ്രേം കൊന്നു എന്നാണ്. തന്റെ മുതലാളി വരുന്നതിന് മുമ്പ് വീടെല്ലാം പ്രേം ക്ലീൻ ചെയ്യുന്നു. ബൽബീർ സിംഗ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതായിരുന്നു. തന്റെ കൊച്ചുമകളുടെ ഒരു ലൈംഗികാസക്തിയുള്ള വളരെ മോശം മനുഷ്യനായിരുന്നു ബൽബീർ സിംഗ്. ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ ബൽബീർ സിംഗിന് ഒരു കോള് വരുന്നു. താൻ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് വരുമെന്നും ചുംകിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യാനും ബൽബീർ സിംഗ് പറയുന്നുണ്ട്. ഇനി ചുംകിയെ പരിചയപ്പെടുത്തുന്ന സീനാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ചുംകി. ചുംകിയും കുടുംബവും അന്ന് ദസറ ഫെസ്റ്റിവലിന് പോയിരിക്കുകയാണ്. മറുവശത്ത് പ്രേമാകട്ടെ താൻ കൊന്ന കുട്ടികളുടെ മുഖമെല്ലാം ആലോചിച്ച് ഒരു സൈക്കോയെ പോലെ കാട്ടിക്കൂട്ടുന്നു. അതേ ദസറ ഫെസ്റ്റിവലിലേക്ക് പാണ്ഡെയും കുടുംബവും പോയിരുന്നു. തന്റെ മകളെ സാരി ഉടുപ്പിച്ച് ഏറെ സ്നേഹത്തോടെ പാണ്ഡെ കൊണ്ടുപോയത്. ആ ഫെസ്റ്റിവലിൽ പാണ്ഡെ ഒരു നാടകവും വേദിയിൽ കളിക്കുന്നുണ്ട്. ആ ഫെസ്റ്റിവലിലേക്ക് പ്രേമും വന്നിരുന്നു. പ്രേമിന്റെ ഫ്രണ്ട് ചോട്ടുലാലും ആംബുലൻസുമായി അവിടെ വന്നിരുന്നു. ഇൻസ്പെക്ടർ പാണ്ഡെ റെഡിയായിക്കൊണ്ടിരിക്കെ ഹരിസദൻ ഘോഷ് എന്നൊരാൾ പാണ്ഡെയെ കാണാൻ വന്നിരുന്നു. ചുംകിയുടെ അച്ഛനായിരുന്നു അയാൾ. തന്റെ മകളെ കാണാനില്ല, കേസ് അന്വേഷിക്കണമെന്ന് അയാൾ പാണ്ഡെയോട് പറയുന്നു. സ്റ്റേഷനിലേക്ക് വരൂ എന്നാണ് പാണ്ഡെ പറയുന്നത്. എന്നാൽ ആ ഹരിസദൻ ഘോഷ് ഇമോഷണൽ ആവുകയാണ്. അയാൾ തുടർന്നു, എന്റെ മകൾ അങ്ങനെ വെറുതെ കാണാതായതല്ല, അവളുടെ ബോസ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഹരിസദൻ ഘോഷ് പറയുന്നത്. എന്നാൽ പാണ്ഡെ അതൊന്നും അത്ര കാര്യമായി എടുത്തിരുന്നില്ല.
നിങ്ങളുടെ സ്വന്തം മകളെ കാണാതാവുമ്പോഴേ നിങ്ങൾക്ക് ഞങ്ങളെ പോലുള്ളവരുടെ സങ്കടം മനസ്സിലാവുള്ളൂ എന്ന് ചുംകിയുടെ അച്ഛൻ പറയുന്നു. പാണ്ഡെയ്ക്ക് ദേഷ്യം വരുന്നു. എന്റെ മകളെയൊക്കെ എന്തിനാ ഇതിൽ വലിച്ചു വെക്കുന്നതെന്ന് പാണ്ഡെ പറയുന്നു. പാണ്ഡെ ആ ദേഷ്യത്തിൽ തന്നെയാണ് സ്റ്റേജിൽ കയറുന്നത്. ഇത് പാണ്ഡെയുടെ ഭാര്യയെ അസ്വസ്ഥതയാക്കി. നാടകം കഴിഞ്ഞതും ദേഷ്യപ്പെട്ടതിന്റെ കാരണം തിരക്കി ഭാര്യ. എന്നാൽ മകളെ എവിടെ നിന്നായിരുന്നു പാണ്ഡെയുടെ ചോദ്യം. എന്നാൽ പിന്നീട് മുഖംമൂടി ധരിച്ചിരുന്ന പ്രേം തന്റെ മോളെ എടുത്തുകൊണ്ടു പോകുന്നതാണ് പാണ്ഡെ കാണുന്നത്. പാണ്ഡെ പ്രേമിന്റെ പുറകെ അലറി വിളിച്ച് ഓടിയതും പെൺകുട്ടിയെ ഉപേക്ഷിച്ച് പ്രേം ഓടി. പ്രേമിന്റെ കൂടെ വന്ന ചോട്ടുലാൽ ആകട്ടെ പ്രശ്നമാകുമെന്ന് കണ്ടതും തന്റെ ആംബുലൻസിൽ കയറിയിരുന്നു. പരിക്ക് പറ്റിയ തന്റെ മോളെ ചോട്ടുലാലിന്റെ ആംബുലൻസിലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പ്രേമിന് പിന്നാലെ പാണ്ഡെ ഒരുപാട് ഓടിയെങ്കിലും പാണ്ഡെ തളർന്നു വീണു. എന്നാൽ പ്രേം ഓടി രക്ഷപ്പെട്ടു. വീട്ടിലെത്തിയ പ്രേമിനെ ഭാര്യ വിളിച്ചു. ഭാര്യയോട് പതിവ് പോലെ സ്നേഹത്തിൽ സംസാരിച്ച പ്രേം വീട്ടിനുള്ളിൽ നിന്നും ഒരു കാസറ്റ് എടുത്ത് തന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. പാണ്ഡെയുടെ ഭാര്യ പാണ്ഡെയെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങളൊരു പോലീസാണോ? പോലീസുകാരുടെ വീട്ടിൽ തന്നെ കൈവച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സ്വന്തം കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കുട്ടികളെ രക്ഷപ്പെടുത്താനാണ്? നീയൊക്കെ ഒരു അച്ഛനല്ലേടോ എന്നൊക്കെ പറഞ്ഞ് പാണ്ഡെയുടെ ഭാര്യ ഇമോഷൻ ആവുന്നു. പാണ്ഡെ അന്ന് ഒരുപാട് ആലോചിച്ചു. ഭാര്യ പറഞ്ഞതിൽ വാശിയായി. അയാൾ ആദ്യം ചുംകിയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത്. നാളെ സ്റ്റേഷനിലേക്ക് വരാനും താൻ കേസ് എടുക്കാമെന്നും പറയുന്നു. പിറ്റേ ദിവസം രാവിലെ വേറൊരു സംഭവം നടന്നു. ഒരു റിച്ച് ഫാമിലിയിൽ നിന്നും ദിവാൻ എന്ന പയ്യനെ രണ്ടാളുകൾ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മറുവശത്ത് ചുംകിയെ കാണാനില്ല എന്ന കംപ്ലൈൻസ് എഴുതുകയാണ് പാണ്ഡെ. രക്ഷക്കാരൻ B5 മുമ്പിൽ ചുംകിയെ ഇറക്കിയതിനു ശേഷം കാണാതായി എന്നാണ് ഹരിസദൻ ഘോഷ് പറയുന്നത്. എപ്പോഴും സെയിം റിക്ഷയിലാണ് ചുംകി പോയിരുന്നത്. കേസെടുത്ത പാണ്ഡെ ആദ്യം പോയത് B5 മുമ്പിലുള്ള ബൽബീർ സിംഗിന്റെ വീട്ടിലേക്കായിരുന്നു. ബൽബീർ സിംഗ് ദിവാൻ എന്ന കുട്ടിയുടെ മിസ്സിംഗ് കേസിനെ പറ്റി DSP പറയുന്നത് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡെ അകത്തു കയറി. എന്നാൽ ബൽബീർ സിംഗ് ആകട്ടെ താൻ പണക്കാരനാണെന്ന ഹുങ്ക് അയാളോട് കാണിക്കാൻ തുടങ്ങി. നിനക്ക് മുകളിലുള്ള പോലീസ്, കളക്ടർ, മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെന്ന് ബൽബീർ സിംഗ് പറയുന്നു. ചുംകി ലാസ്റ്റ് ഇവിടേക്കാണ് വന്നത്. പിന്നീട് അവൾ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ ചുംകിയെ വിളിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ വിളിച്ചിട്ടും അവൾ വന്നില്ല എന്നാണ് ബൽബീർ സിംഗ് പറയുന്നത്. എന്തിനാണ് വിളിച്ചു എന്ന പാണ്ഡെയുടെ ചോദ്യത്തിന് ബൽബീർ സിംഗ് പറയുന്നുണ്ട് അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ കാണാറുണ്ടെന്നും. ചുംകിയുടെ അച്ഛനെ കാണിച്ച ബൽബീർ സിംഗ് പറയുന്നു, ഇയാൾക്കാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. സ്വന്തം അച്ഛൻ തന്നെ മകളെ ഇങ്ങനെയൊക്കെ വിടുന്നതറിഞ്ഞ പാണ്ഡെ അയാളെ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബൽബീർ പോലീസിലുള്ള തന്റെ ഫ്രണ്ടിനെ വിളിക്കുകയും ആ ഫോൺ പാണ്ഡെയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീടായ ആ പോലീസിന്റെ കയ്യിൽ നിന്ന് പാണ്ഡെയ്ക്ക് വഴക്ക് കിട്ടുന്നു. പാണ്ഡെ ഇങ്ങനെ നാളെങ്ങോട്ട് പോകുന്നത് കണ്ട് അവിടെ ഒളിഞ്ഞു നിന്ന് പ്രേം ചിരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിൽ തിരിച്ചെത്തിയ പാണ്ഡെയെ സീനിയർ ഓഫീസർ വഴക്ക് പറഞ്ഞു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അന്വേഷിച്ച് നടക്കാതെ ആ ധനികനായ വീട്ടിലെ കുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുമെന്ന്. അതേസമയം പാണ്ഡെയോട് കോൺസ്റ്റബിൾ പറയുന്നു, ചുംകിയെ ഓട്ടോയിൽ കൊണ്ടാക്കിയ ഓട്ടോ ഡ്രൈവറെ പിടിച്ചയച്ചിട്ട് കുറേയായി, അയാളെ വിട്ടേക്കട്ടെ എന്ന്. ആ വിട്ടേക്ക് എന്ന പാണ്ഡെയും പറയുന്നു. എന്നാൽ അയാൾ പോകാൻ നേരം അയാളുടെ ഫോൺ തിരികെ അയാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് പാണ്ഡെ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് കോൾ ലിസ്റ്റ് നോക്കുമ്പോഴാണ് അതിൽ ബൽബീർ സിംഗിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പ്രേമിന്റെ കോൾ ലിസ്റ്റ് ഉണ്ടാകുന്നു. പാണ്ഡെ ഡ്രൈവറിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അത് തന്റെ ഫോണല്ല ചുംകിയുടെ ഫോണെന്ന് അയാൾ പറഞ്ഞത്. അതെ, ചുംകിയെ ബൽബീർ സിംഗിന്റെ വീട്ടിലേക്ക് വിളിച്ചത് പ്രേമായിരുന്നു. ഇന്നും ബൽബീറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും ഈ ഓട്ടോ ഡ്രൈവറാണ്. എന്നാൽ അന്ന് ചുംകിയെ കൊണ്ടാക്കിയതിനു ശേഷം ചുംകിയുടെ ഫോൺ ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രേം പറയുന്നത് ഇത് എവിടെയെങ്കിലും കളഞ്ഞേക്കാം. എന്നാൽ ഓട്ടോ ഡ്രൈവർ അത് സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടുണ്ടായ തെളിവുന്നത്. അങ്ങനെ പാണ്ഡെയുടെ സംശയം പ്രേമിലേക്ക് തിരിഞ്ഞു. പാണ്ഡെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ അയാളുടെ മേലുദ്യോഗസ്ഥൻ റെസ്റ്റോക്കിന്റെ അടുത്ത് പറയുന്നു. എന്നാൽ അയാൾ വീണ്ടും പാണ്ഡെയെ വഴക്ക് പറയുന്നു. ബൽബീർ സിംഗിനെ പിടിക്കാൻ പറ്റാത്ത കാരണം അയാളുടെ വേലക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് അതുവഴി ബൽബീർ സിംഗിനെ പിടിക്കാനുള്ള ശ്രമമല്ലേ തന്റെ എന്ന് പാണ്ഡെയോട് അയാൾ ചോദിക്കുന്നു. ഈ കേസിന്റെ പുറകെ പോകരുതെന്ന് പറഞ്ഞിട്ടും നീ പോയി, അതുകൊണ്ട് ദാ പിടിച്ചു നിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞ് റെസ്റ്റോക്ക് പാണ്ഡെയെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ന്യൂസിൽ കാണിക്കുന്നത് ആ ധനികനായ കുട്ടിയെ 48 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി എന്ന ന്യൂസാണ്. പാവപ്പെട്ടവരുടെ കേസ് അന്വേഷിക്കാൻ ആരും തന്നെ കൂട്ടാക്കുന്നില്ല. സസ്പെൻഷനിലായിട്ടും പാണ്ഡെ ഈ കേസ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ ഫുൾ ടൈം പ്രേമിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. രാത്രിയിൽ ചോട്ടുലാൽ വന്ന പ്രേമിനെ കാണുന്നതെല്ലാം തന്നെ പാണ്ഡെ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പാണ്ഡെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന പതക്കിനോട് പറയുന്നുണ്ട്. എന്നാൽ പതക്കിന് പാണ്ഡെയുടെ ആദ്യത്തെ സ്വഭാവമായിരുന്നു, അതായത് മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ജീവിക്കുക എന്ന്. പാണ്ഡെയ്ക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്ത DCP റെസ്റ്റോഗിയാകട്ടെ പ്രൊമോഷൻ കിട്ടി ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. പാണ്ഡെയുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് പാണ്ഡെ പ്രേമിന്റെ പുറകെ പോയല്ലോ. അപ്പോൾ മകളെയും കൊണ്ട് ആംബുലൻസിൽ പോയത് പതക്കായിരുന്നു. ആ സമയം പ്രേമിനെ കാണാൻ ചോട്ടുലാലും അവിടെ വന്നതോടുകൂടി പാണ്ഡെയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ചോട്ടുലാലും പ്രേമും ചേർന്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ പ്രേമും പതക്കും ചേർന്ന് ചോട്ടുലാലിനെ കസ്റ്റഡിയിലെടുത്തു. കുറച്ച് ഉപദ്രവിച്ചപ്പോൾ അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഇതിന്റെ പിന്നിലെല്ലാം പ്രേം തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റോയ്ക്ക് പകരം വേറെ നല്ലൊരു സിൻസിയർ ഓഫീസർ ചാർജ് എടുത്തിരുന്നു. അയാൾ അവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ റെസ്റ്റോയ്ക്ക് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. പാണ്ഡെ എപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്നതെന്ന്
മനസ്സിലാക്കിയ രത്തോഗി ബൽബീർ സിംഗിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നീട് രത്തോഗി ശ്രാവൺകുമാർ എന്ന പോലീസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: മേലുദ്യോഗസ്ഥർ പറയുന്നത് കേട്ടിട്ട് ജീവിതം മെച്ചപ്പെടുത്താനാണോ അത് സംശയിച്ചൊരു പേരും പറഞ്ഞ് ജീവൻ തുരയ്ക്കാനാണോ ആഗ്രഹിക്കുന്നത്? അത് കഴിഞ്ഞതും കുറച്ച് ആൾക്കാരെ കൂടിയായിരുന്നു. മനുഷ്യനെ കൊണ്ട് കത്തിച്ചു കഴിയുന്ന ആൾക്കാരായിരുന്നു അവർ. പാണ്ഡെ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും പുതിയ മേലുദ്യോഗസ്ഥനായ സൈക്കിയെ അറിയിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് നേരത്തെ പിടിച്ച ചോട്ടുലാലിനെ കാണാൻ പോകുന്നു. എന്നാൽ ഇവർ എത്തുന്നതിന് മുമ്പ് തന്നെ ചോട്ടുലാലിനെ അവിടെ നിന്ന് കുറച്ചുപേർ കടത്തിക്കൊണ്ടുപോയിരുന്നു. പാണ്ഡെയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് പാണ്ഡെയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ മേലുദ്യോഗസ്ഥന് പാണ്ഡെയെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പ്രേമിനെ അറസ്റ്റ് ചെയ്യാൻ അയാൾ പറയുന്നു. അതിനിടയ്ക്ക് ആ കോൺസ്റ്റബിൾ പതക്കിനിട്ട് 2 അടിയും കൊടുക്കുന്നുണ്ട്. ഇവനെയാണ് ഞാൻ ചോട്ടുലാലിനെ നോക്കാൻ ഏൽപ്പിച്ചത്. പിന്നീട് പ്രേമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പ്രേം പാണ്ഡെയോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കില്ല എന്ന്. പാണ്ഡെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരുങ്ങും മുമ്പേ പ്രേം തനിക്ക് ഒട്ടും സമയമില്ല, കോടീശ്വരൻ ഷോ കാണണമെന്ന് പറയുന്നു. ഇന്ന് ഒരു സ്ത്രീക്ക് 1 കോടി അടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എപ്പിസോഡ് മിസ്സാക്കാൻ പറ്റില്ല എന്ന് പ്രേം പറയുന്നു. ചുങ്കി എവിടെ എന്ന് പാണ്ഡെ ചോദിക്കുമ്പോൾ അവൾ ഓൾറെഡി മരിച്ചല്ലോ എന്ന് വളരെ കൂളായിട്ട് പ്രേം പറയുന്നു. ഇത് കേട്ട പാണ്ഡെ ഞെട്ടുന്നു. ഞാൻ തന്നെയാണ് അവളെ കൊന്നതെന്ന് പ്രേം പറയുന്നു. അവൻ പറയുന്നതിൽ ഒന്നും തന്നെ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെയാണ് അവൻ അഭിമാനത്തോടെ പറയുന്നത്. എനിക്ക് അവളെ കൊല്ലണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവളോട് ഭയങ്കര പ്രണയമായിരുന്നു. എന്നാൽ അവൾക്ക് എന്നോട് ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. മുതലാളിയുടെ കൂടെ അവൾ എന്തായാലും കിടക്കും. ഒരു ദിവസം എന്റെ കൂടെ കിടക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞു, എന്റെയൊക്കെ കൂടെ കിടക്കേണ്ട ഗതികേട് എനിക്കായിട്ടില്ലെന്ന്. കാശല്ലേ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ കാശ് കൊടുത്തിട്ടും അവൾ എന്റെ കൂടെ കിടക്കാൻ കൂട്ടാക്കിയില്ല. അന്ന് മുതലാളിയുടെ വീട്ടിൽ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചു വരുത്തി. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിലൂടെ പോയി അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ശേഷം അവളുടെ ബോഡിയിൽ ഞാൻ റേപ്പ് ചെയ്തു. അതിനുശേഷം ആ ബോഡിയെ വെട്ടി കഷ്ണങ്ങളാക്കി. കുറെ ഞാൻ കഴിച്ചു, ബാക്കി കൊണ്ട് കളഞ്ഞു. അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവളുടെ ബോഡി ഞാൻ വിൽക്കാൻ തന്നില്ല. അവളെ മാത്രമല്ല, പണ്ട് എന്നെ ഉപദ്രവിച്ച എന്റെ അങ്കിളുടെ ബോഡി വരെ ഞാൻ വെട്ടി കഷ്ണമാക്കി അയാളുടെ ലിവർ കഴിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഇവൾക്ക്? ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് പാണ്ഡെയും ആ ഓഫീസറും. ചുങ്കി മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പിള്ളേരെ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര പേരെ എന്ന പാണ്ഡെ ചോദിക്കുമ്പോൾ ഓരോരുത്തരെയും പേര് പറഞ്ഞ് പ്രേം കണക്കെടുക്കുന്നു. ഇനി അലി എന്ന പയ്യനില്ലേ, അവന് 100 രൂപ കൊടുത്ത് നിങ്ങൾ പ്രശംസിച്ചിരുന്നില്ലേ, ആ പയ്യനെയും ഞാനാണ് കൊന്നതെന്ന് പ്രേം പറയുന്നു. ഏകദേശം 22 മുതൽ 74 പേരെ ഞാൻ ഇങ്ങനെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന പാണ്ഡെ ആകട്ടെ അവന്റെ കോളറിൽ പിടിച്ച് അവനെ ഒരു അടി കൊടുക്കുന്നു. എന്നെ വിട്ടേക്ക്, ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പ്രേം പറയുന്നു. നിങ്ങളുടെ മകളും ഈ നാട്ടിലെ പാവപ്പെട്ട പിള്ളേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവരൊക്കെ ജീവിച്ചാലും എത്ര കാലം ഇങ്ങനെ ജീവിക്കാനാണ്? വല്ല ഓടയുടെ സൈഡിലും പാലത്തിന്റെ അടിയിലും ഒക്കെ പോയി കുറച്ചുനാൾ ജീവിക്കും, എന്നിട്ട് എവിടെയെങ്കിലും കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് ഇവരുടെ ലൈഫിനൊന്നും ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഇവരുടെ മാംസം വെട്ടി നുറുക്കി വിറ്റാൽ ഒരുപാട് ക്യാഷ് കിട്ടും. അവസാനമായി അവർ ചോദിക്കുന്നുണ്ട്, ബൽബീറിന് ഈ കൊലപാതകങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. എന്നാൽ പ്രേം പറയുന്നു, എനിക്ക് ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല, വേറെ ചോദ്യം ചോദിക്കാൻ. ഇതിന്റെ ഉത്തരം ഞാൻ പറയില്ല എന്ന്. അതേസമയം ചോട്ടുലാലിനെ തട്ടിക്കൊണ്ടുപോയവരാകട്ടെ അവനെ വെട്ടി നുറുക്കി കത്തിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ബൽബീർ സിംഗ് തന്നെയായിരുന്നു. പ്രേം പുറത്തുണ്ടായിരുന്നെങ്കിൽ പ്രേമിന്റെ അവസ്ഥയും ഇതായിരിക്കും. പിന്നീട് അവർ പ്രേമിനെ സെല്ലിൽ അടയ്ക്കുന്നു. പ്രേം അവിടെ കിടന്ന ഒരേ ബഹളം, എനിക്ക് കോടീശ്വരൻ ഷോ കാണണമെന്ന് പറഞ്ഞ്. ബഹളം കേട്ട് ദേഷ്യം വന്ന പാണ്ഡെ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന TV വെച്ച് അതിന്റെ വോളിയം കൂട്ടി വെക്കുന്നു. പ്രേം ആഗ്രഹിച്ച പോലെ അന്ന് ആ സ്ത്രീക്ക് 1 കോടി അടിക്കുന്നു. പ്രേമിന് സന്തോഷമായി. പിറ്റേന്ന് പാണ്ഡെ പ്രേമിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോകുന്നുണ്ട്. പലപ്പോഴായിട്ട് കൊന്നു തള്ളിയ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടുത്തെ ചാലുകളിൽ നിന്നവർ കണ്ടെടുക്കുന്നു. വീടിന്റെ പല ഏരിയകളിലും അവൻ ഇതുപോലെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അത് കുഴിക്കുന്ന സമയത്ത് സാർ ഇവിടെയല്ല അവിടെയാണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രേം തന്നെ ആ മൺവെട്ടി വാങ്ങി കുഴിച്ചെടുത്ത് ആ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. അതിൽ ചുങ്കിയുടെ പേഴ്സും ഉണ്ടായിരുന്നു. അവളുടെ വീട്ടുകാർ അത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. വൈകാതെ പ്രേമിന്റെ കൂടെ ബൽബീർ സിംഗിനെയും അവർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമായി തുടരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാകട്ടെ ഇൻസ്പെക്ടർ പാണ്ഡെയെ അധികാരത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. അനാവശ്യമായി ബൽബീർ സിംഗിനെ കൊടുക്കാൻ പാണ്ഡെ ശ്രമിച്ചെന്ന് പറഞ്ഞാണ് സസ്പെൻഡ് ചെയ്യുന്നത്. എല്ലാത്തിനും കൂടെ നിന്ന ആ സീനിയർ ഓഫീസറിനാകട്ടെ പ്രൊമോഷനും കിട്ടി. പാണ്ഡെ ആ സമയമാകട്ടെ പ്രേമിനെ ഒന്നുകൂടി പോയി കാണുന്നു. ശരിക്കും ബൽബീറിന് ഈ കേസിൽ ബന്ധമുണ്ടോ എന്ന് പാണ്ഡെ ഒന്നുകൂടി പ്രേമിനോട് ചോദിക്കുന്നു. പ്രേമാകട്ടെ ബൽബീർ തന്നെ രക്ഷിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ബൽബീർ നിന്നെ രക്ഷിക്കാൻ വരില്ലെന്നും അയാളുടെ വഴി നോക്കി പോയി എന്നും പാണ്ഡെ അവനോട് പറയുന്നു. നിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ക്യാഷ് ഇനി എത്തുകയില്ല എന്നും പ്രേം പാണ്ഡെയിൽ നിന്ന് അറിയുന്നു. അതുകാരണം അവൻ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ കുറച്ച് തെളിവുകൾ ഉണ്ടെന്ന്. എവർഗ്രീൻ സോങ്സ് എന്ന് പറഞ്ഞ കുറച്ച് CD ഉണ്ടെന്ന് പറയുന്നു. പാണ്ഡെ ആകട്ടെ പ്രേമിന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടി ഒരു ലാപ്ടോപ്പ് സംഘടിപ്പിച്ചാണ് അയാൾ പോകുന്നത്. ലിയനന്റെ വീട്ടിലെത്തി CD പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ പാണ്ഡെ ശരിക്കും ഞെട്ടി. ഇതിലെല്ലാം തന്നെ അവർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഉണ്ടായിരുന്നു. ബൽബീർ സിംഗ് പല സ്ത്രീകളോടും ബന്ധപ്പെടുന്ന വീഡിയോസും അതിലുണ്ടായിരുന്നു.
തെളിവുകളെടുത്ത് അവിടെ നിന്നും പോകാൻ വേണ്ടി ബസ് നോക്കി നിൽക്കുകയാണ് പാണ്ഡെ. എന്നാൽ ബസ്സുകൾ വന്നില്ല. ഒടുവിൽ വന്ന വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ച് അയാൾ അതിൽ കയറുന്നു. എന്നാൽ അതിലാകട്ടെ ചോട്ടുലാലിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരായിരുന്നു. അവർ പാണ്ഡെയും കൊല്ലുന്നു. ബൽബീർ സിംഗിനെതിരെ ഉണ്ടായിരുന്ന തെളിവ് അവർ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. അപ്പോൾ ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പഥക്കാണ്. താഴെയുള്ള ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ അയാൾ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോഴാണ് അയാളുടെ പൂർണ്ണമായ പേര് കാണിക്കുന്നത്. ശ്രാവൺ കുമാർ പഥക് ആയിരുന്നു ഫുൾ നെയിം. ഇടയ്ക്ക് രസ്തോഗി ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മളെ കാണിച്ചിരുന്നില്ലേ? നീ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് കേട്ട് നടക്കാനാണോ അതോ സിൻസിയാരിറ്റിയുടെ പിറകെ പോയി ജീവിതം നശിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന് ശരിക്കും രസ്തോഗി ശ്രാവൺ പഥക്കിനെ വിലക്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് പാണ്ഡെ നടത്തിയ പല കാര്യങ്ങളും രസ്തോഗിയെ അറിയിച്ചത് ശ്രാവണാണ്. അതുവഴി ബൽബീറും കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണ് അവർ പാണ്ഡെയെ കൊല്ലുന്നത്. കൂടെ നിന്ന് പാണ്ഡെയെ ചതിച്ചത് പഥക് ശ്രാവൺ തന്നെയായിരുന്നു. മിസ്സിംഗ് കേസുകളുടെ കൂട്ടത്തിൽ പാണ്ഡെയുടെ കേസും വന്നിരിക്കുന്നത് നമുക്ക് കാണാം. കുറച്ചു നാളുകൾക്ക് ശേഷം ആ സ്റ്റേഷനിലെ സത്യസന്ധനായ ഒരു കോൺസ്റ്റബിളിന്റെ വീടാണ് കാണിക്കുന്നത്. അയാൾ പത്രം വായിക്കുമ്പോൾ അതിൽ പാണ്ഡെയെ കൊന്ന 3 പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് കാണുന്നത്. ആ സമയത്ത് അയാൾക്കൊരു കൊറിയർ വരുന്നു. ആ കൊറിയറിൽ മോർ എവർഗ്രീൻ സോങ്സ് എന്ന CD ആണ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം ബൽബീറിനെതിരെ ഇനിയും തെളിവുകൾ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ആ കേസും മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. എന്തായാലും മൂവിയുടെ എൻഡാവുകയാണ്. ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തെടുത്ത സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നടന്നതാണ്. എന്നാൽ ചിലതൊക്കെ അവർ സ്റ്റോറിക്ക് വേണ്ടി ആഡ് ചെയ്തതാണ്. എന്നാൽ ഇതിലെ റിയൽ കേസിൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? മതിയായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് കുറ്റവാളികളെ കോടതി വെറുതെ വിട്ടു. ഈ കഥ കേട്ട നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.